പോട്. അയ്യോ അവനെ കൊണ്ടുവന്ന് ടാറ്റ കൊടുത്തേ അത് ബേബി. കുടിയിൽ നിന്നേക്കാണ് നമ്മുടെ ആദ്യം ബേബിക്കും ഹസി ബേബിക്കും ഓരോ ചെരുപ്പ് വാങ്ങാൻ ഊഞ്ഞാല് കണ്ട ഊഞ്ഞാല് കണ്ട ബേബി മഞ്ഞി ഇത് മാച്ചല്ലേ നമ്മള് അല്ലേ? ഞങ്ങൾക്ക് ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും പോവാണ്. ഞങ്ങൾ വളരെ ഹസിക്കോട്ടെ പോകുന്നുട്ടാ. ഞങ്ങൾക്കൊരു പെരതാമസവും പിന്നെ മാമൂദീസയുടെ കുർബാന സ്വീകരണം കൂടി ഉണ്ട്. അപ്പം ഞങ്ങളല്ല ദേ ഹസി ബേബി ദേ ഡ്രസ്സ് മാറിയിട്ടുണ്ട്, ദേ ആദ്യം ബേബി ഡ്രസ്സ് മാറിയിട്ടുണ്ട്, അമ്മച്ചി ഡ്രസ്സ് മാറിയിട്ടുണ്ട്, ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇപ്പം ഡിന്നി സ്റ്റേഡിയം ഡ്രസ്സ് മാറാണല്ലോ. അതുകൂടി കഴിഞ്ഞ് ഞങ്ങൾ ലൈക്കിലേക്കാരെ ഹസ്ബൻഡ് ലൈക്ക് പറയുന്നുണ്ട്. ലൈക്ക് ചെയ്യുന്ന എന്നിട്ട് തിന്നണ നീ വായില് ഒരുക്കം കഴിഞ്ഞിട്ടില്ലേ? അമ്മാമ്മ ഒരുങ്ങിക്കൊണ്ടിരിക്കാതെ ബേബി, ഒരുക്കം കഴിഞ്ഞിട്ടില്ല. അപ്പാപ്പനല്ല അമ്മാമ്മ. ദൈവമേ അങ്ങോട്ട് എന്റെ ദൈവമേ, അതെ ഓൺ ചെയ്യില്ല അമ്മാമ്മ. തല്ലിയിട്ടും അവിടെ ചോ ഇവിടെ വെക്കാട്ടെ, നമുക്ക് അച്ചാച്ചന് പോക്കാട്ടാ. ഞാനാണ് ബേബി മഞ്ഞി ഇത് മാച്ചല്ലേ നമ്മള് അല്ലേ? ഞങ്ങൾക്ക് ഇന്ന് ഒരു പരിപാടി ഉണ്ട്. എൻ്റെ ചേച്ചിയുടെ മോളുടെ കൊച്ചിൻ്റെ കുർബാന സ്വീകരണവും വീട് താമസവും. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പോവാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുക്കം കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരും വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ഒരുങ്ങണമെങ്കിൽ. ആദ്യം ബേബി എങ്ങടെ പോണേ? ഇതാരുടെ ഇത്? അച്ചാച്ചന്റെ ട്രിമ്മർ എടുത്തന്നെ നിനക്ക് അടിയിട്ടുട്ടാ. അച്ചാച്ചന്റെ ഇത് അതന്നെ അച്ചാച്ചന്റെ നല്ല തല്ല് കിട്ടൂട്ടാ. ചാച്ച എവിടേക്ക് പോണേ? ടാറ്റ പോണ്ടാ? അതന്നെ മോനെന്തിട്ടേ കാണിക്കണേ? ആ TV വാങ്ങിച്ചോണ്ടെന്റെ പരിപ്പ് തിപ്പിറക്കും ഇളക്കൂരി. TV സെറ്റ് ഒരുത്തത് വണ്ടി കൊണ്ട് പോണേ. എവിടേക്കാ? തട്ടിട്ടൂല്ലേ? മോന്നിട്ട് കാണിക്കണേ? അത് TV സെറ്റ് ചെയ്യാൻ നമുക്ക് TV കാണണ്ടേ? ആന്റി ഹസിക്കൂട്ടിന് വളയിട്ടത് ഒട്ടും ഇഷ്ടായിട്ടില്ലേ? കൊറേ നേരം കേറിക്കോ ഹസിക്കൂട്ട പോവാടാ. കേറണം. ഇവനെ കയറ്റി കഴിഞ്ഞ ഇപ്പൊ ഇവൻ കിടന്ന് കറിയും. അപ്പാ ഞാനാ പിടിച്ചോ. ഇത് അവളുടെ ബാഗിൽ വെച്ചോ, അല്ലെങ്കിൽ എന്റെ ബാഗിൽ വെച്ചോ. പോണു അവര് പോണോക്ക് പോണ്. അയ്യോ അവനെ കൊണ്ടുവന്ന് ടാറ്റ കൊടുത്തേ അത് ബേബി. അവര് പോട്ടെ, നീ കറിയണതിരാ. അവര് പോട്ടെ, വണ്ടി എടുത്തോട്ടെ. ടാറ്റാസി കൂടെ ബൈ. നീ കറിയണ്ട. ഈ ബാഗ് എടുത്തില്ലെങ്കിൽ തമിച്ച് കയറിക്കോ. എന്നിട്ട് ഞാൻ ഇവനെ തരാം. ഞാൻ അപ്പുറത്ത് കൂടെ കയറിക്കോളാം. കുർബാനയാ കഴിഞ്ഞണ്ടാവില്ല. പിന്നല്ലാണ്ട് കുർബാന ആദ്യം ബേബി ടാറ്റ. കുടിയിൽ നിന്നേക്കാണ് നമ്മുടെ ആദ്യം ബേബിക്കും ഹസി ബേബിക്കും ഓരോ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ട്. ആദംകൂട്ടൻ ഉറക്കത്തിലേക്കും മയങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ. അവിടെ എത്തുമ്പോഴേക്കും ഉറങ്ങുന്നല്ലേ. വീട് എത്തിയിട്ടാ. ഇതാണ് വീട്. ആദംകൂട്ടനെ എനിറ്റൂലേ? എന്താ പറക്കി പോണത് തറവാട്ടി. ഇവിടെ വന്നിട്ട് ഏത് വഴി പോണേന്നറിയാനല്ലേ? ഡിന്നി ആദ്യമായിട്ടാ വന്നേക്കണത്.
ഇവൻ അമ്മിച്ചിയാന്ന് വിചാരിച്ചേക്കണേന്ന് പറഞ്ഞിട്ടത് മാറിപ്പോയ കൊച്ചിന്. അച്ചാച്ചനൊക്കെ വന്നാ അപ്പൊ അകത്താണ് ഊണ് കൊടുക്കണേ. ആ ബാക്കില് പന്തലുണ്ടാ. നമ്മളിതേ വീട്ടിലെത്തിയിട്ടേ കുഞ്ഞൂസേ രണ്ടുപേരും താഴ്ത്തിറങ്ങണില്ലേ ഇപ്പൊ ഇറങ്ങി. ആദമാവിനെ കളിപ്പിക്കാൻ വേണ്ടി ആദമാവ് ഫുള്ള് കരച്ചില പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും കറിയില്. ആ അവരൂടെ കളിക്കാൻ പോയി എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും കറിയില്. അസുകൂട്ടനെ വല്യപ്പച്ചൻ പേടിപ്പിച്ചിട്ടാ തോന്നു കറിയണേ. വാ ഇവിടെ ഇരിക്ക അസുകൂട്ട വാ. ഇവനെ കൊണ്ട് വലിയ കുഴപ്പമില്ല ചേട്ടാ. പുറത്തേക്ക് കൊണ്ടുപോയി എന്നെ കാണാണ്ട് കൊണ്ടുപോയി ഒക്കെ അറിയൂടാ. കണ്ടാ ബേബി നിന്റെ അല്ലല്ലോ കുർബാന സ്വീകരണം നിന്റെ ചേട്ടന്റെ അല്ലേ? ചേട്ടനോ? ഇതൊക്കെ ചേട്ടന് കിട്ടിയ സാധനങ്ങളല്ലേ? ആർക്ക്? ഊഞ്ഞാല് കണ്ട ഇവനുറങ്ങിയ പക്ഷേ ഉറക്കം വന്നുണ്ട്. നമ്മള് പെരതാമസം കഴിഞ്ഞ് വന്നു. അപ്പോൾ ചേച്ചി കൊടുത്തയച്ചത് ചിക്കൻ ഫ്രൈ, പിന്നെ കുറുമക്കറി, പിന്നെ ഇത് സാലഡ് ഇട്ടാ, പിന്നെ അപ്പവും പത്തിരി. ഇവിടുത്തെ ടി വി കംപ്ലൈൻ്റ് ആയിരുന്നു. ടി വിക്ക് കംപ്ലൈൻറ്റ് വന്നു. പിന്നെ അത് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ ടി വി വാങ്ങി. പുതിയ ടി വി വാങ്ങിയതിൻ്റെ തെർമോക്കോളിൻ്റെ ബോക്സും പിന്നെ ആ കാർഡ്ബോർഡിൻ്റെ ബോക്സും ഒക്കെ ഇവന്മാർ രണ്ടുപേരും കൂടി തെർമോക്കോൾ കഷ്ണങ്ങൾ ചെറിയ ചെറിയ ബോളുകളല്ലേ അതെടുക്കുക, അടർത്തുക, തിന്നുക, അതായിരുന്നു. അപ്പോൾ സ്റ്റെബി വന്നപ്പോൾ തന്നെ ടി വിയുടെ പരിപാടി ടി വി സെറ്റ് ചെയ്തു. അതുകൊണ്ടൊരു സമാധാനം. പിന്നെ ഇനിയിപ്പോൾ അതുമ്മേക്ക് കയറുന്നില്ല. ഇപ്പം അതേ കണ്ട ടി വി സെറ്റിങ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പെരതാമസമൊക്കെ കഴിഞ്ഞ് വന്നു. പക്ഷെ വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ ഒട്ടും പരിചയമില്ലാത്ത വെല്ലുമിച്ചിയുടെ അടുത്തേക്ക് അച്ചാച്ചനെ ഒന്നും കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവരുടെ അടുത്തേക്ക് ഓടിച്ചു നിന്നു. പിന്നെ അവിടെയുള്ള പിള്ളേരുടെ കൂടെ ഒക്കെ ഭയങ്കര കളിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊച്ചിനെന്താ ചെകുത്താൻ കയറിയ പോലെ എന്നിട്ട് പറയാ. പിന്നെ അവൻ കരച്ചിലങ്ങോട്ട് തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്തു. പക്ഷെ അവൻ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇവനെ ഉറക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഡിന്നിയുടെയും സ്റ്റേബിയുടെയും ഒക്കെ കൊടുക്കാൻ നോക്കിയിട്ട് ആരുടെ കയ്യിലും പോണില്ല. ലാസ്റ്റ് ഞാൻ ഇവനെ മടിയിൽ വെച്ച് ചോറ് കഴിച്ച് ഒരു വിധത്തിൽ പോകുന്നു. ഒന്നിലെ ഉറക്കം ശരിയായില്ല. പിന്നെ ചൂട് ഭയങ്കര ചൂടാണ്. ചൂട് ഷീറ്റൊക്കെ ചൂടുള്ളേ. അത് കഴിഞ്ഞ് പിന്നെ ഒരു വിധത്തില് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അവന് ചെറുതായിട്ട് വാശിയായിരുന്നു. ഉറക്കം ശരിയാവാത്ത. പിന്നെ അത് ഉറങ്ങി കഴിഞ്ഞപ്പോ ശരിയായി. വീഡിയോ അവിടെ ഫുള്ള് കവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പോയി. അവിടെ ഫോട്ടോ എടുക്കണം, അതെടുക്കണം എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.